കോമൺ ആൾക്കാർക്ക് ചില ഡൗട്ട് ഉണ്ടാവും. നമ്മൾ ഈ കർക്കിടകം എന്ന് വെച്ചാൽ ഒരു സുഖചികിത്സ പോലെ ഒരു പ്രീമിയം ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും അല്ല. കർക്കിടക ചികിത്സ ഒരിക്കലും ഒരു സുഖചികിത്സയല്ല. അത് നമ്മൾക്ക് റിജുവിനേഷൻ ആൻഡ് ക്യൂറേറ്റീവ്, നമ്മൾക്ക് ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഒരു എന്താ പറയുക, ഒരു ഫെയിമിന് വേണ്ടിയിട്ട് ഞാൻ കർക്കിടക ചികിത്സ എടുക്കും അങ്ങനെ എടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾക്ക് സെല്ലുലാർ ലെവലിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ട് അത് നെക്സ്റ്റ് വരുന്ന സെൽസിന്, പുതിയ സെൽസിന് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ രീതി ചെയ്യുന്നതാണ്. ഒരിക്കലും അതൊരു സുഖചികിത്സയായിട്ട് കണക്കാക്കേണ്ടതില്ല. അതൊരു ചികിത്സാ രീതി തന്നെയാണ്. അത് കർക്കിടക മാസത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. അതാ ഏറ്റവും, ഞാൻ പറഞ്ഞില്ല, ആ പീരീഡ് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ളതാണ്, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മന്ത് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇതെല്ലാം ആയുർവേദ ചികിത്സാ രീതികൾ തന്നെയാണ്. അത് ഇന്ന സമയത്ത് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾക്ക് പറ്റുന്ന സമയത്താണ് എങ്കിൽ ആ സമയം, തീരെ ചൂട് കൂടിയ സമയത്ത് ചെയ്യുകയാണെങ്കിൽ ചില ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ അങ്ങനെ ഓരോ വേരി ചെയ്യുമല്ലോ. അപ്പോൾ ചൂട് അധികരിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു പീരീഡിന് വരുന്നത്. അതിൽ ഉപയോഗിക്കുന്ന ചികിത്സാ രീതികളെല്ലാം തന്നെ ക്യൂറേറ്റീവ് ആയിട്ടുള്ളതാണ്.